അങ്ങനെ നമ്മളെ മഡ്ഗിരിയിൽ നിന്ന് നേരെ തലക്കാവേരി കാണാന്ന് പറഞ്ഞിട്ട് എന്തായാലും ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞ് മഡ്ഗിരി ടൗണിൽ നോക്കുന്ന സമയത്ത് ഒരു വെജിറ്റേറിയൻ കൈലാഷ് പാത്പത് ഒരു 1952 തുടങ്ങിയ റെസ്റ്റോറന്റ് കേട്ടോ. വെജിറ്റേറിയൻ ആണ്. അത് മാത്രമല്ല ജെയിൻ മതക്കാർ നടത്തുന്ന റെസ്റ്റോറന്റ് ആണെന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അതിന്റെ ഉള്ളിലൊക്കെ കയറി മെനു ഒക്കെ നോക്കിയ സമയത്ത് അടിപൊളി ബിരിയാണി എന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ, അതിന്റെ കൂടെ തന്നെ റൊട്ടി ഉണ്ട്, അതിൽ തന്നെ മഷ്റൂം കറി ഉണ്ട്. അങ്ങനെ ബിരിയാണിയൊക്കെ വന്നു. നല്ല ഹൈദരാബാദ് ബസ്മതി റൈസും കൊണ്ട് അങ്ങനെ നല്ല പൊള്ളിച്ച പപ്പടം ഉണ്ട്. പപ്പടും ആ ബസ്മതി റൈസും ഒരു വെറൈറ്റി ടേസ്റ്റിന് കേട്ടോ, ഇല്ലാന്ന് പറയാൻ പറ്റൂല. കൂടുതൽ എരിവും കാര്യങ്ങളില്ല. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ റൊട്ടി മഷ്റൂം കറി എടുത്ത് കുറച്ചെടുത്ത് കഴിച്ചു നോക്കി. അതും തന്തൂർ റൊട്ടി പക്കാ ഗോതമ്പ് കൊണ്ട് അടിപൊളി ഫുഡ് തന്നെ പറയാം. വെറുതെ അല്ല, 1952 തുടങ്ങിയ റെസ്റ്റോറന്റ് ഇപ്പോഴും ഇങ്ങനെ നടന്നു പോകുന്നത് നല്ല ഫുഡ് ആയതുകൊണ്ട് അവിടുന്ന് നേരെ ഞങ്ങൾ തലക്കാവേരിക്ക് പോകാൻ വേണ്ടി പ്രകൃതി രമണീയമായ കാഴ്ചകളും കണ്ട് നേരെ തലക്കാവേരിന്റെ നേരെ അവിടെ ഉള്ളിലെത്തി. നോക്കുന്ന സമയത്ത് ഒരു മലയുടെ മേലെ കേട്ടോ, ഒരു പ്രത്യേക ഒരു ആംബിയൻസ് ഉള്ള സ്ഥലം. ഒരു പ്രാവശ്യം ആരായാലും മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് ഈ തലക്കാവേരി. അങ്ങനെ ഞങ്ങൾ തലക്കാവേരിയിൽ എന്താ കാണാനുള്ളത്? കാവേരി നദിന്റെ ഉത്ഭവ സ്ഥലമാണ് ഈ തലക്കാവേരി. അതാണ് തീർത്ഥകുണ്ടം. അപ്പോൾ തീർത്ഥകുണ്ടത്തിലൊക്കെ ഞങ്ങളൊന്ന് കുളിച്ച് ഒരു കിഡ്ലൻ ആംബിയൻസ് വരണം. ഒരു പ്രാവശ്യം മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് നിങ്ങൾ തലക്കാവേരി. അവിടുന്ന് നേരെ നമ്മൾ കാഞ്ഞങ്ങാട്ടിലേക്ക് പോകാൻ വേണ്ടി 94 കിലോമീറ്റർ കാട്ടിൽ കൂടെ ഒരു യാത്ര ചെയ്യുമ്പോൾ ഒരു മാനിനൊക്കെ കണ്ടിട്ടോ. അങ്ങനെ അവിടുന്ന് നമ്മൾ നേരെ കേരള കർണാടക ചെക്ക് പോസ്റ്റിൽ അവർ വന്ന് നമ്പറും കാര്യങ്ങളും നമ്മുടെ അഡ്രസ്സൊക്കെ ഒന്ന് എഴുതിയെടുത്തു. അത് കഴിഞ്ഞ് നേരെ നമ്മൾ കേരളത്തിൽ എത്തിയത് ഉടനെ നമ്മുടെ ചേച്ചി രാത്രി 10 മണിക്കും കട്ടൻ ചായം വെച്ചിരിക്കണം. എന്തായാലും ഒരു കട്ടൻ ചായ കുടിച്ച് അങ്ങനെ കേരളത്തിലൂടെ ഒരു യാത്ര.